ഇടുക്കിയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് കല്ലൂർ. മലനിരകൾക്കിടയിൽ ഒതുങ്ങിക്കൂടിയ ഗ്രാമത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. അതിലേറ്റവും ഭീതിജനകമായ കഥയായിരുന്നു ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള പഴയ LP സ്കൂളിൻ്റേത്. നാട്ടുകാർ സ്കൂളിനെ ശപിക്കപ്പെട്ട സ്കൂൾ എന്നാണ് വിളിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു കർക്കശക്കാരിയായ ടീച്ചറുടെ ആത്മാവ് ഇപ്പോഴും അവിടെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സന്ധ്യ മഴങ്ങിയാൽ ആരും ആ വഴിയെ പോകാറില്ല. ഗ്രാമത്തിലെ ധൈര്യശാലികളായിരുന്ന 2 കൗമാരക്കാരായിരുന്നു ആദിയും രാഹുലും. അവർക്ക് ഇത്തരം കഥകളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എല്ലാ ഞായറാഴ്ചയിലും അവർ സ്കൂളിന്റെ മലനിരകൾക്കിടയിൽ ഇരുന്ന് കഥകൾ പറയുമായിരുന്നു. നമുക്കൊരു ദിവസം രാത്രി സ്കൂളിന്റെ അകത്തൊന്ന് കയറിയാലോ ആദി? രാഹുൽ ഒരു വെല്ലുവിളി പോലെ ചോദിച്ചു. ആദിക്ക് ആദ്യം ചെറിയൊരു ഭയം തോന്നിയെങ്കിലും തന്റെ ധൈര്യം കാണിക്കാൻ അവൻ തീരുമാനിച്ചു. ഓ, അതിനെന്താ, അടുത്ത ശനിയാഴ്ച രാത്രി നമുക്ക് കയറാം. ഈ പ്രേതകഥകളൊന്നും സത്യാവസ്ഥ നമുക്കൊന്ന് കണ്ടെത്തിയാലോ? അങ്ങനെ അവർ പറഞ്ഞ പോലെ ശനിയാഴ്ച രാത്രിയായി. ആകാശത്ത് കർമ്മകങ്ങൾ നിറഞ്ഞു. നിലാവ് മങ്ങി. കയ്യിലൊരു ടോർച്ചും ചെറിയൊരു കമ്പുമായി അവർ സ്കൂളിന്റെ മുന്നിലെത്തി. കാറ്റിൽ ഉണങ്ങിയ ഇലകൾ പറന്നു നടക്കുന്നു. ഒരു മൂങ്ങയുടെ ശബ്ദം അന്തരീക്ഷത്തെ കൂടുതൽ ഭീതിയിലാഴ്ത്തി. സ്കൂളിന്റെ പ്രധാന ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. അവർ മതിൽ ചാടിക്കടന്ന് അകത്ത് കടന്നു. വിശാലമായ മുറ്റത്ത് കാട് പിടിച്ചിരിക്കുന്ന ആ പഴയ കെട്ടിടം ഇരുട്ടിൽ ഒരു ഭീമാകാരനെ പോലെ നിന്നു. വാ, നമുക്ക് വരാന്തയിലൂടെ നടക്കാം, ആദി പറഞ്ഞു. അവർ ഓരോ ക്ലാസ് മുറിയിലും ടോർച്ചടിച്ചു നോക്കി. പൊടിപിടിച്ച ബെഞ്ചുകളും ഡെസ്കുകളും ചിലന്തി വലകളും മാത്രം. ഒന്നും ഭയപ്പെടാനില്ലെന്ന് അവർക്ക് തോന്നി. പ്രേതം പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നുന്നു എന്ന് രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ പ്രധാന ഓഫീസ് മുറിയിലേക്ക് കടന്നു. അവിടെ ഒരു പഴയ തടിയലമാറ ഉണ്ടായിരുന്നു. ടോർച്ചടിച്ചു നോക്കിയപ്പോൾ ഒരു അലമാറയുടെ വാതിൽ ചെറുതായി തുറന്നു കിടക്കുന്നത് കണ്ടു. ഇവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. ആദ്യ അലമാറ തുറന്നു. അകത്ത് പഴയ പുസ്തകങ്ങളും ഫയലുകളും ഉണ്ടായിരുന്നു. അതിനിടയിൽ ചുവന്ന പുറംചട്ടിയുള്ള ഒരു പഴയ ഡയറി ആദിയുടെ കയ്യിൽ തടഞ്ഞു. അതിൽ ലീല ടീച്ചറുടെ ഡയറി എന്ന് എഴുതിയിരിക്കുന്നു. അവർ നിലത്തിരുന്നു കൊണ്ട് ഡയറി വായിക്കാൻ തുടങ്ങി. അതിൻ്റെ ടീച്ചറുടെ കർക്കശ സ്വഭാവത്തെക്കുറിച്ചും കുട്ടികളോടുള്ള ദേഷ്യത്തെക്കുറിച്ചും ഒരു പ്രത്യേക വിദ്യാർത്ഥിയായ ഉണ്ണിയോടുള്ള വിരോധത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. അവസാന പേജുകളിൽ ടീച്ചറുടെ മാനസിക നില തകർന്നതിനെക്കുറിച്ചും സൂചന ഉണ്ടായിരുന്നു. ഉണ്ണി മരിച്ചതിനു ശേഷം ടീച്ചറെ കാണാതാവുകയായിരുന്നു. അവർ ഡയറി വായിച്ചു തീർന്നതും അടഞ്ഞുകിടന്ന ക്ലാസ് മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു. പുറത്ത് ശക്തമായ കാറ്റ് വീശുന്നു. ഓഫീസ് മുറിയിലെ ആ പഴയ ഫാനുകൾ തനിയെ കറങ്ങാൻ തുടങ്ങി. ലൈറ്റുകൾ മിന്നി മിന്നി കത്തുകയും അണയുകയും ചെയ്യുന്നു. പൊടിപടലങ്ങൾക്കിടയിൽ ഒരു സ്ത്രീരൂപം അവർ കണ്ടു. വെളുത്ത സാരി ധരിച്ച ദേഷ്യം നിറഞ്ഞ കണ്ണുകളുമുള്ള നീല ടീച്ചർ. എന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഒരു ഭയപ്പെടുത്തുന്ന അലർച്ചയോടുള്ള ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ആദിയും രാഹുലും ഭയന്നു വിറച്ചു. അവർ ഡയറിയിൽ എടുത്ത് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തനിയെ അടഞ്ഞു. ടീച്ചറുടെ ആത്മാവ് അവർക്ക് നേരെ ആഞ്ഞെടുത്തു. ഇവിടെ കിടന്ന് മരിക്കേണ്ടവരാണ് നിങ്ങൾ. ടീച്ചറുടെ അലർച്ച കേട്ട് ആദിയുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് നിലത്ത് വീണു. രാഹുലിന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് പ്രേതത്തെ അടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ടീച്ചറുടെ ശരീരത്തിലൂടെ കടന്നുപോയി. നമുക്ക് ഡയറി നശിപ്പിച്ചാലോ? അതാവും ഇതിനുള്ള ഒരു പരിഹാരം, ആദി അലറി. അവർ ഡയറി കീറാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അപ്പോഴാണ് ആദിക്കൊരു ബുദ്ധി തോന്നിയത്. ഡയറിയിൽ ടീച്ചർ പറഞ്ഞിരുന്നു, ഉണ്ണി അവളുടെ ജീവിതത്തിലെ ഒരേ ഒരു ദൗർഭാഗ്യമാണെന്ന്. ഉണ്ണിയുടെ ഓർമ്മക്കുള്ള എന്തെങ്കിലും നശിപ്പിച്ചാൽ ടീച്ചറുടെ ശക്തി കുറയുമോ? ടീച്ചറുടെ ആത്മാവ് രാഹുലിനെ കഴുത്തിൽ പിടിച്ചുയർത്തി. ആദി ചുറ്റും നോക്കി. മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പഴയ ബാഗ് അവൻ കണ്ടു. അത് ഉണ്ണിയുടേതാകുമെന്ന് അവന് തോന്നി. ആദ്യ ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം പുറത്തെടുത്തു. അത് ചിരിച്ച മുഖവുമായി ഒരു ചെറിയ കുട്ടിയുടെ ചിത്രമുണ്ടായിരുന്നു. ഇതാണ് നിന്റെ ദേഷ്യമല്ലേ? ആദി അലറി. ടീച്ചറുടെ ശ്രദ്ധ ആദിയിലേക്ക് മാറി. ആദി ആ ഫോട്ടോ ഫ്രെയിം നിരത്തി വെച്ച് ചവിട്ടി പൊട്ടിച്ചു. ഫോട്ടോ തകർന്നതും ടീച്ചറുടെ രൂപം നീക്കില്ല. ഒരു വലിയ അലർച്ചയോടെ അവന്റെ ശരീരം ചുരുങ്ങാനും അപ്രത്യക്ഷമാകാനും തുടങ്ങി. മുറിയിലെ ഫാനുകൾ നിന്നു. ലൈറ്റുകൾ അണഞ്ഞു. എല്ലാം ശാന്തമായി. ഭയത്തോടെ അവർ പുറത്തേക്ക് ഓടി. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ സ്കൂളിന്റെ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു. ആദിയും രാഹുലും കിതച്ചുകൊണ്ട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ആദ്യം ആരും വിശ്വസിച്ചില്ലെങ്കിലും തകർന്ന ഫോട്ടോ ഫ്രെയിമും ഡയറിയും കണ്ടപ്പോൾ അവർക്ക് വിശ്വാസമായി. അതോടെ ആ സ്കൂളിന്റെ പ്രേതബാധ അവസാനിച്ചു. പിന്നീട് ഗ്രാമവാസികൾ ചേർന്ന് ആ സ്കൂളിനെ പുതുക്കി പണിതു. പക്ഷേ ആദിക്കും രാഹുലിനും ആ രാത്രി ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല.
ധൈര്യം മാത്രമല്ല ബുദ്ധിയും ഒരു പോരാട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അവർ പറഞ്ഞു. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.